ഹലോ, മേനോൻ സ്പീക്കിംഗ്. അച്ഛാ, ഇത് ഞാനാ, സുധർമ്മ. ഇവിടെ ആകെ പ്രശ്നങ്ങളാ. ആ, ഓഹോ, എന്നിട്ട് സമ്മതിച്ചോ? മോളെ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. അച്ഛൻ ഇന്ന് വേറെ ചില എൻഗേജ്മെന്റ്സ് ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഫാമിലി ജോൽസൻ തങ്കുവാശാനില്ലേ, അയാളെ ഞാൻ അങ്ങോട്ട് അയക്കാം. എന്താ പോരെ? പെട്ടെന്ന് തന്നെ വേണം. ആ, ശരി. ശത്രു നിസ്സാരക്കാരനല്ല, സംഗതി കൂടോത്രമാണ്. നിങ്ങൾ വില കൊടുത്തു വാങ്ങാതെ കൈവന്ന വസ്തുവിലെ ആ കൂടോത്രം അങ്ങനെ എന്തെങ്കിലും ഈ ഭവനത്തിലുണ്ടോ? വല്യമ്മാവൻ ഞങ്ങൾക്കൊരു കിണ്ടി തന്നിട്ടുണ്ട്. ചിലപ്പോ അതിലായിരിക്കും. അതാവില്ല, ചിലപ്പോ ചേട്ടൻ ആദിവാസികളുടെ കയ്യിൽ നിന്നും വാങ്ങിയ വല്ല വസ്തുവിലുമായിരിക്കും. അതൊന്നുമല്ലടാ, ചിലപ്പോ അപ്പുറത്തെ ജാനു തന്ന ചൂരിലായിരിക്കുവോ, അതോ തങ്കമണി എന്ന ഒലക്കയിലായിരിക്കുവോ? വിശ്വാസമില്ലെങ്കിലും പരിഹസിക്കണ്ട നമ്പ്യാരെ. തങ്കുപ്പണിക്ക് തെളിയിച്ചു തരാം. ഇന്നേ വരെ ഞാൻ ഗണിച്ചു പറഞ്ഞിട്ടുള്ള ഒന്നും പഠിച്ചിട്ടില്ല. കടല് കടന്നു വന്ന വസ്തുവിലാണ് കൂടോത്ത. 6 മാസത്തിന് മുമ്പ് സിംഗപ്പൂരിൽ നിന്ന് കടല് കടന്നു വന്നത് ഞാനാ. നീ ഞാനോ മറ്റോ ആണോ കൂടോത്രം? സിംഗപ്പൂരിൽ നിന്ന് വില കൊടുക്കാതെ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? ഈശ്വരനെ വിചാരിച്ച ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈശ്വരനെ വിചാരിക്കാണ് ഞാൻ ആലോചിച്ച് നോക്കട്ടെ, കിടന്ന് ബഹളം വെക്കാതെ. സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോ എന്താണ്? ആ, ഉണ്ട്, നമ്മുടെ ഷോക്കേസിലിരിക്കുന്ന ജൂനിയർ മാൻഡ്രക്കിന്റെ പ്രതിമ. കൊണ്ടുവരൂ, കാണട്ടെ. മോനെ സൂക്ഷിച്ച്. എന്താണ് ഇത്? ഇവൻ തന്നെയാ പ്രശ്നം. ഇതിലൊരു ബാധയെ ആവാഹിച്ചിരിക്കുന്നുണ്ട്. ഇരിക്കുന്നവ മുടിയും. പ്രശ്നങ്ങൾ അവസാനിക്കില്ല, അപകടങ്ങൾ പലതും സംഭവിക്കും. എന്റെ ഈശ്വര, എന്തേ കേക്കണേ? നിങ്ങളുടെ ഈശ്വരഭക്തി കൊണ്ട് മാത്രമാണ് ഇതുവരെ പിടിച്ചു നിന്നത്. ഇതിനൊരു പ്രതിവിധിയില്ലേ? ഞാൻ വിചാരിച്ചാൽ ബാധയെ ഒരിടത്തും പിടിച്ചു കിട്ടാൻ കഴിയില്ല. അതിന് അധർവം പഠിച്ച ഏതെങ്കിലും ദുർമന്ത്രവാദിയുടെ ആഭിചാര കർമ്മം വേണം. ഇതൊന്ന് നശിപ്പിച്ചു കളഞ്ഞ പ്രശ്നങ്ങൾ തീരില്ലേ? വസ്തു നശിക്കുമെങ്കിലും ബാധ ഇവിടെ തന്നെ നിൽക്കും. പുഴയിലെറിഞ്ഞാലോ കുഴിച്ചിട്ടാലോ ഇതൊക്കെ തന്നെ അവസ്ഥ. ഇവിടെ നിന്ന് ബാധ ഒഴിയണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതെന്താ പണിക്കരെ? ഈ വസ്തു മറ്റാരെങ്കിലും സന്തോഷപൂർവ്വം സ്വീകരിക്കണം. അത് ഏറ്റുവാങ്ങുന്ന ആളുടെ കൂടെ ബാധയും പോയിക്കൊള്ളും. മനസ്സില്ലാ മനസ്സോടെയോ ഇഷ്ടമില്ലാതെയോ ആണോ വാങ്ങുന്നതെങ്കിൽ വസ്തു പോകും, പക്ഷെ ബാധ ഇവിടെ തന്നെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ തങ്കുപ്പണിക്കര് തന്നെ ഈ പ്രതിമ സന്തോഷപൂർവ്വം സ്വീകരിച്ചട്ടെ. എന്റെ കുടുംബം മുടിഞ്ഞു കാണണമെന്ന് തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. അത് പണിക്കരാകുമ്പോ അതിന് വേണ്ട പ്രതിവിധിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എന്നെ കൊണ്ട് പോലും പിടിച്ചു കിട്ടാൻ പറ്റാത്ത ബാധയാന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്യാം, അല്ലെങ്കിൽ വരുന്ന എല്ലാരും കൂടി അനുഭവിക്കാം. ഇവിടുത്തെ ഫീസ് എത്രയാ? കണക്ക് പറഞ്ഞ് ഫീസ് വാങ്ങാൻ ഇതെനിക്കൊരു ബിസിനസ് ഒന്നുമല്ല. ഒരു നിരീശ്വരവാദിയുടെ വീടാന്നറിഞ്ഞിട്ടും ഇങ്ങോട്ട് കയറി വന്നത് മേനോൻ പറഞ്ഞിട്ടാ. എന്നാലും ദക്ഷിണയായിട്ട് ഒന്നും വാങ്ങരുന്ന് മേനോൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, അടുത്ത പ്രസവത്തിന് ഒരു മുന്തിയിലും പട്ടിക്കുട്ടിയെ തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ, അപ്പൊ ദക്ഷിണയായല്ലോ. പണം അല്ലെങ്കിൽ പട്ടി. അല്ല, ഈ ദക്ഷിണ
എടി ഇതൊക്കെ വെറും തട്ടിപ്പല്ലേ. നിങ്ങളൊക്കെ ഇത് വിശ്വസിക്കുന്നത് അവിടെ കഷ്ടമാണ് കേട്ടോ. അതൊക്കെ പോട്ടെ, ഈ അശ്രീകരം പിടിച്ച പ്രതിമ അച്ഛൻ എവിടെ നിന്ന് കിട്ടി? അതൊരു നീണ്ട കഥയാണ്. ഞാൻ സിംഗപ്പൂരിലായിരിക്കുന്ന കാലത്ത് അതൊരു ചെറുകഥയാക്കി പറഞ്ഞാ മതി. ആ, അതായത് ഞാൻ സിംഗപ്പൂരിൽ നിന്ന് വരാൻ നേരം എന്റെ ഒരു കൂട്ടുകാരൻ എന്നെ ഏൽപ്പിച്ചതാണ് ഈ പ്രതിമ. നാട്ടിലുള്ള അയാളുടെ കൂട്ടുകാരന് കൊടുക്കാൻ. എയർപോർട്ട് വന്ന് ഇറങ്ങുമ്പോ അയാൾ ഒന്ന് മേടിച്ചോളൂന്നും പറഞ്ഞു. പക്ഷെ ഞാൻ ആരെയും കണ്ടില്ല. ഞാൻ നേരെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. എങ്കിൽ സംശയിക്കാനൊന്നുമില്ല, ഇത് കൂടോത്രം തന്നെയാ. അച്ഛന്റെ വളർച്ചയിൽ അസൂയ തോന്നിയ ആ സുഹൃത്ത് അച്ഛൻ മുടിയാൻ വേണ്ടി ചെയ്ത ഒരു സിംഗപ്പൂർ കൂടോത്രം. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എയർപോർട്ടിൽ ഈ പ്രതിമ വാങ്ങാൻ ആരും വന്നില്ല അച്ഛാ? എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഒരു കുഞ്ഞു പോലും ഇത് അന്വേഷിച്ച് ഇവിടെ വന്നില്ല? ആരും വരാതാകുമ്പോ അച്ഛനത് വീട്ടിൽ സൂക്ഷിക്കുമെന്നും അതോടെ നമ്മളെല്ലാം നശിച്ച് കുത്തുപാളെടുക്കുമെന്ന് അയാൾക്കറിയാം. അതെ ഭയങ്കര ചതിയെ പോയി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഇത് ഒഴിവാക്കാൻ മാർഗം എന്താന്ന് ആലോചിക്കേ. ചേടാ, പ്രശ്നം മാറാൻ വേണ്ടി പ്രശ്നം വെച്ചപ്പോ അതൊരു പ്രശ്നമായോ? കണ്ട എന്ത് കേട്ടില്ലേ? എടാ ഫൂൾ, അത് കോളിംഗ് ബെല്ലാടാ. ആഹാ. അതുമായിട്ടല്ലേ കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. ആരാ അത്? ആളുണ്ട്. ഓ അയ്യോ, നമസ്കാരം. ഇതാരാ? പിള്ളേച്ചനോ? വരണം വരണം, വാ ഇരിക്കെ. എടോ, ബിസിനസ്സിൽ നമ്മൾ തമ്മിൽ മത്സരമുണ്ടെങ്കിലും ഈ നാട്ടുകാര് പറയുന്നത് പോലെ ഒരു ശത്രുതയില്ല. തനിക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. തന്റെ കമ്പനി ആകെ തകർന്നിരിക്കുകയാണെന്ന് കേട്ടല്ലോ. എന്ത് പറ്റിയിടൂ? ഓ, ഒന്നും പറയണ്ട എന്റെ പിള്ളേച്ച. ചില എംബോക്കികള് പാരയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയല്ലേ. അതുകൊണ്ട് കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ആ ശരിയാ, ഞാനും ഒരു തരത്തിൽ പിടിച്ചു നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ AC ഇല്ലല്ലേ? നമ്മുടെ വീട്ടിലും ഇല്ലല്ലോ. ആ? ആര് പറഞ്ഞു? കേട് പറ്റിയതല്ലേ. ആട്ടെ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? ഞാൻ BA മ്യൂസിക് കഴിഞ്ഞ് ആദിവാസി സംഗീതത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. കൊള്ളാം. അതാ തനിക്ക് ഒരു ആദിവാസി ഛായ. ഞാൻ ഡിഗ്രിക്ക് തോറ്റു. ഇപ്പൊ സ്ഥിരം ട്യൂട്ടോറിയല്ല. ആ, അപ്പൊ മക്കളെ കൊണ്ട് നമ്പ്യാർക്ക് ഒരു ഗുണവുമില്ലെന്നർത്ഥം. അല്ല, പിള്ള വന്ന കാര്യം പറഞ്ഞില്ല. എന്റെ 50ാം പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് ഇവക്ക് ഒരേ നിർബന്ധം. ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി. സാധാരണ 60ാം പിറന്നാൾ ആഘോഷിക്കാറുണ്ട്. 50ാം പിറന്നാൾ ആഘോഷത്തെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്ക. അത് ഷഷ്ടി പൂർത്തി, ഇത് കഷ്ടി പൂർത്തി. ഓ, കഷ്ടി പൂർത്തിയാ. ഈ 60 എന്നൊക്കെ പറയുന്നത് ഓൾഡ് ഫാഷനാ. ഇപ്പൊ 50 ഫാഷൻ. അച്ഛന്റെ 50ാം പിറന്നാൾ ആഘോഷിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞതാ, പക്ഷേ അമ്മ സമ്മതിച്ചില്ല. ഓ, പണത്തിന്റെ ടൈറ്റ് കൊണ്ടായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞത്. ഏയ് അതൊന്നുമല്ല, അമ്മ ഭയങ്കര വിശ്വാസിയാ. അമ്മയുടെ അമ്മാവൻ 50ാം പിറന്നാൾ ആഘോഷിച്ചതിന്റെ 4ാം ദിവസം വടിയായിപ്പോയി. ഈ 50ാം പിറന്നാൾ ആഘോഷിച്ചാൽ പിന്നെ അധിക ദിവസം ജീവിച്ചിരിക്കില്ലെന്നാ അമ്മ പറഞ്ഞ്. അങ്ങനെയൊന്നുണ്ടോ വിശാലം? ഏയ്, ഇനി അഥവാ അങ്ങനെ എങ്ങാനും സംഭവിച്ചാ ഞാൻ അങ്ങ് സഹിച്ചോളാം. ഏ? ഇവള് തമാശ. ബിസ്ലറി വാട്ടർ തിളപ്പിച്ച ചായയാണോ? അല്ല, പൈപ്പ് വെള്ളത്തിലാ. അയ്യോ, എങ്കിൽ ഞങ്ങൾ കഴിക്കില്ല. അയ്യോ, ഞാനത് ഓർത്തില്ല. ഞങ്ങൾക്ക് ഷുഗറാ. ആന്റി, എനിക്ക് വേണം. മോള് സാധാരണ ഹോർലിക്സ് അല്ലേ കഴിക്കുക? ഇന്നെന്ത് പറ്റി? ആര് പറഞ്ഞു? ഞാൻ ചായ കുടിക്കാറുണ്ടല്ലോ. ഞാൻ കണ്ടിട്ടില്ല. ആ, നീ അതൊന്നും കാണുകയില്ല. നിനക്ക് എവിടെയാ സമയം? അപ്പോ 15ാം തീയതിയാണ് നമ്മുടെ ഫംഗ്ഷൻ. എല്ലാവരും വരണം, മറക്കരുത്. വരട്ടെ. ശരി. പടി പടി പടിയുണ്ട്. അയ്യോ, പടി പടി. ഇത്രയ്ക്ക് അസൂയയും പൊങ്ങച്ചുള്ള ഒരു ഫാമിലിയെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആ പെണ്ണ് നല്ല കുട്ടിയാ. അതെ, അത് ഞാനും അങ്ങോട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. അച്ഛാ, എനിക്കൊരു ഐഡിയ. അവളെ കെട്ടുന്ന കാര്യമാണെങ്കിൽ മക്കളെ നടക്കത്തില്ല. ഛേ, അതൊന്നും അല്ല അച്ഛാ. ആ ജോത്സ്യര് പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ ഒരു മാർഗമുണ്ട്. പിള്ളയുടെ പിറന്നാളിന് നമ്മൾ ആ കൂടോത്ര പ്രതിമ സമ്മാനമായിട്ട് കൊടുത്താലോ? ഗിഫ്റ്റ് ആയതുകൊണ്ട് അങ്ങേര് അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യും. പാരയ്ക്കൊരു മറുപാര. ആ, ജോത്സ്യര് പറഞ്ഞത് സത്യമാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യും, അങ്ങേരുടെ പ്രശ്നങ്ങൾ തുടങ്ങുകയും ചെയ്യും. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആ. ആ പരീക്ഷണം കൂടെ നമ്മൾ നടത്തി നോക്കിക്കളയാം. ഇത് പരീക്ഷിക്കാൻ പറ്റിയ വേറൊരുത്തനെ ഈ ഭൂലോകത്ത് വരെ കിട്ടത്തില്ല. അത് വേണോ? മിണ്ടിപ്പോരുത്. പ്രതിമ പാക്ക് ചെയ്യട്ടെ അച്ഛാ. ഹലോ, എന്താ വൈകിയത്? പ്രസന്റേഷൻ പാക്ക് ചെയ്തപ്പോ വൈകിപ്പോയി. വരൂ, ഞാൻ അച്ഛനെ വിളിക്കാം. ഞാൻ തന്നെ കൊടുക്കണോ? അച്ഛൻ ഇപ്പൊ അതും ഇതും പറഞ്ഞ് ചളമാക്കും.
അച്ഛന് പേടിയൊന്ന് മാറ്റാമോ? ഇതുപോലെ അവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. വന്നേ, എന്നാലും ഇല്ല. അയ്യോ ഇതാര് എന്താ വന്ന കാലം നിൽക്കണത്? അങ്ങോട്ട് ഇരുന്നാട്ടെ. വെരി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. വളരെ അയ്യോ മുതലാളി നമ്മുടെ പുതിയ കാറിന്റെ ചില്ല് തേങ്ങ വീണ് ഉടഞ്ഞു. നീയേ വണ്ടി തെങ്ങിന്റെ ചോട്ടിൽ നിന്ന് മാറ്റിട്ടേ. പിന്നെ മൊട്ടത്തലയൻ കൂടോത്താൻ പണി തുടങ്ങി. അവര് വന്നല്ലോ. നമസ്കാരം. ഞങ്ങൾ JK എന്റർപ്രൈസസ് മുമ്പ് ചെറിയൊരു ധാരണപ്പിശകിന്റെ പേരിൽ നടക്കാതെ പോയ ആ പ്രോജക്ട് നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. പക്ഷെ ഞങ്ങളുടെ വ്യവസ്ഥ നിങ്ങൾ അംഗീകരിച്ചില്ലല്ലോ. ഇതെങ്ങനെയാ? അന്ന് പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. എന്നാ അഡ്വാൻസ് കൊടുക്കുക. ഇത് 2 ലക്ഷം രൂപ അഡ്വാൻസ്. ബാക്കി കാര്യങ്ങളാണ് ഓഫീസിൽ നിന്ന് സംസാരിക്കുക. എന്നാ ഓഫീസ് വെച്ച് കാണാം. എന്ന് നിങ്ങൾ വാങ്ങിട്ടെ. ആയിക്കോട്ടെ, വരട്ടെ. ശരി സാർ. ആ ശ്രീകരം പിടിച്ച പ്രതിമ കുടുംബത്തിൽ നിന്ന് പോയപ്പോ മഹാലക്ഷ്മി ഒന്ന് കയറുന്നത് കണ്ടോ? ആ പാരപ്പിള്ളയുടെ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള തെളിവ് എനിക്ക് കിട്ടി. മുതലാളി നമ്മൾ രക്ഷപ്പെട്ടു. മാറാതെ കിടന്ന എല്ലാ ബില്ലുകളും മാറി. മാത്രമല്ല 1.5 കോടിക്കുള്ള കഞ്ഞിക്കുഴി പാലത്തിന്റെ ടെൻഡറും നമുക്ക് അനുവദിച്ചു. എല്ലാം ദൈവത്തിന്റെ ഒരു മറിമായം. എന്തോ അല്ല, ഒരു മറിയും. ഞാൻ അങ്ങോട്ടേ. ഭഗവാനെ, ഭക്തവത്സല, എല്ലാം നിന്റെ മായ. അയ്യോ, ഹലോ, ഞാൻ അട്ടപ്പാടിന്ന് മുത്തുലക്ഷ്മി പേശുറേ. അറ്റപ്പാടിന് മുത്തുലക്ഷ്മിയാ. ആരാ വേണ്ടത്? എൻ അൻപ കാതലൻ பிரதீப் மூப்பன் இருக்குங்களா? പ്രദീപ് മൂപ്പനാ? ஆமா, நீங்க யாரு? தம்பியா? நான் உன்னோட அண்ணன் தானே. அண்ணனு கொஞ்சம் கொள்றா சின்ன தம்பி. ചേട്ടാ, അട്ടപ്പാടിന് മുത്തുലക്ഷ്മി മാമി. മുത്തുലക്ഷ്മി? അയ്യോ പാവം, ഒന്നും അറിയില്ല. ഗവേഷണമാണെന്ന് പറഞ്ഞ അട്ടപ്പാടിക്ക് മുങ്ങുന്ന ഇതിനാണല്ലേ? ഹലോ, ആരാ? മനസ്സിലായില്ല. கண்ணே, ஞான்தான் முத்துலட்சுமி. മുത്തുലക്ഷ്മിയോ? கடவுளே, நீங்க என்ன மறந்துட்டியா? நான் உன்னோட காதல் முத்துலட்சுமி. മുത്തുലക്ഷ്മിയോ? അങ്ങനെ ഒരു പെണ്ണിനെ എനിക്കറിയില്ലല്ലോ. அதெல்லாம் இப்படி எல்லாம் பேசுறது. நீ என் சிவிலி பேரு பாண்டி, தீச்சட்டி கோவிந்தன். நான் உன்னோட குஷ்பு. காட்டு தேனும் காட்டு கிழங்கும் எல்லாம் சாப்பிட்டது நீ மறந்துட்டியா? பரவாயில்ல. ஆனா என்ன நீ மறந்தா நான் தூங்கி சாவும், ஆட்டி சாடி சாவும். ஆமா, சாவும் சாவும். തമിഴും മലയാളവും ഇംഗ്ലീഷും കൂടെ സംസാരിക്കുന്ന ആദിവാസിയോ? അതാരാ? നീ എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ചു നോക്കുന്നത്? ഞാൻ ആ പെണ്ണിനെ അറിയത്തൊന്നുമില്ല. അപ്പൊ അത് ശരി, ഞാനിവിടെ ഇരുന്നത് കൊണ്ട് ഒളിച്ചു കളിച്ചാണല്ലേ? ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരുവിധം മാറി വരിക. ആദിവാസി സ്ത്രീകളെ പീഡിപ്പിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയാലോ? വെറുതെ വല്ല സ്ത്രീപീഡന കേസ് ചാർജ് ചേട്ടാ. ഇതെടുത്ത് തലയിൽ കൂടെ അടിച്ചു തന്നുണ്ടല്ലോ. ഇതെങ്ങോട്ട് വയ്ക്ക. ഇതൊന്നും കണക്കിൽ കൊള്ളിക്കാത്ത ഫയലുകളാണല്ലോ പിള്ളേ. അത് സാർ, സിമന്റ് മൂവ്മെന്റിന്റെ രേഖകളിലും കൃത്രിമത്വമുണ്ട്. വെറുതെ അല്ല തന്നെ നാട്ടുകാർ ആന വിഴുകിന്ന് വിളിക്കുന്നത്. നാളെ 10 മണിക്ക് ഓഫീസിലെത്തണം. ഓ, Come on, take the files. We can go. ഹലോ, എഞ്ചിനീയർ സാർ ആയിരുന്നോ? ഒന്നും പറയണ്ടല്ലോ സാറേ. ഇവിടെ ആ ഇൻകം ടാക്സുകാരന്മാരും ഉള്ളതെല്ലാം തൂത്ത് പെറുക്കിക്കൊണ്ട് പോയി. കഷ്ടകാലമെന്നല്ലാതെ എന്ത് പറയാനാ. കോൺട്രാക്ടുകൾ പലതും ക്യാൻസലായി. പലതീരുടെ പാലത്തിലാണെങ്കിൽ വിള്ളല്. ആകെ ഗതികേടില്ല. അല്ല, ഇപ്പൊ എന്താ വിശേഷിച്ച്? നമ്മൾ ഹൗസിംഗ് കോളേജിൽ പണിതോണ്ടിരുന്ന ഫ്ലാറ്റ് റെക്കോർഡ് എരിഞ്ഞെന്ന്. ഓ, ആന ചരിയുന്നു. പിന്നെ ഫ്ലാറ്റ്. ഒന്നും മിണ്ടാതെ അപ്പുറത്ത് പോകുന്നുണ്ടോ? ഞാൻ പോയേക്കാം, നിങ്ങൾ അകത്താകാൻ സൂക്ഷിച്ചാ മതി. ഓ, ഞാൻ അകത്ത് പോയാൽ നിനക്കെന്താടി മഹാസവാദില്ലേ? ഓ, അട്ടപ്പാടിന്ന് മുത്തുലക്ഷ്മിയാണെന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരെ ശരിക്കും ഒന്ന് വരണ്ടു.
തമിഴ് സിനിമയിൽ നിന്ന് പഠിച്ച തമിഴൊക്കെ വെച്ച് കാച്ചി ഞാനൊരു ലെവലിൽ കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ അവസാനം നാവിന്ന് അറിയാതൊരു ഇംഗ്ലീഷ് വീണുപോയി. ഡു യു അണ്ടർസ്റ്റാൻഡ്? അന്ന് ഫംഗ്ഷനല്ല ആ കക്ഷിയല്ലേ? ആ നിങ്ങൾ വന്ന് ചേരും കേട്ടോ. ഒന്ന് പോടി. ഉടുക്കും മിഴാവും ചേർന്ന് ഒരു ജുഗൽബന്ദി അവതരിപ്പിക്കാമെന്ന് ഞാൻ റിസർച്ച് ചെയ്തു. നീ പറഞ്ഞ കക്ഷിയിലാ വരുന്നത്. അയ്യോ, ആദിവാസികൾ ഇവിടെ എത്തിയോ? ഞങ്ങൾ ചെന്നാ പുള്ളിക്കാരനെ ഇങ്ങോട്ട് വിളിക്കാം. വെറുതെ അലമ്പുണ്ടാക്കല്ലേ. ആൺപിള്ളേരെ കണ്ടപ്പോ അവളുടെ സകല സ്മാർട്ട്നസും പോയി. മോശം മോശം. ഏയ് അങ്ങനെയൊന്നുമില്ല. എന്നാ ചെല്ലേ. ഓക്കെ ഓക്കെ, വേഗം ചെല്ലേ. എക്സ്ക്യൂസ് മീ, എന്താ ഇവിടെ? ഞങ്ങൾ ഞാൻ വെറുതെ ഐസ്ക്രീം. നീ അറിയില്ലേ നമ്മുടെ പിള്ള സാറിന്റെ മോളാ? മനസ്സിലായി. ഇരിക്കും. ഒരു ഐസ്ക്രീം പറയട്ടെ? വേണ്ട, കൂടെ ഹോസ്റ്റലിലെ ഫ്രണ്ട്സ് ഉണ്ട്. അവരെയും കൂടെ വിളിച്ചോളൂ. വേണ്ട. പാട്ട് പാടുമല്ലേ? അത്യാവശ്യം. ആര് പറഞ്ഞു? ടിവിയില് ആദിവാസി പാട്ടുണ്ടായിരുന്നു ഇന്നലെ. കണ്ടോ? നന്നായിരുന്നു. താങ്ക്സ്. അട്ടപ്പാട് മുട്ടിലിസ്മേ, ശീഘ്രം വാങ്ങോ.